കൂട്ടുകാരെ നമസ്കാരം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് പിറവത്താണ്. ഇപ്പൊ നേഴ്സിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ പറയാൻ വേണ്ടി പോണേ. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക്, അതും BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സഹായകരമായ ഒരു സ്ഥാപനത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആന്ധ്രാപ്രദേശിലുള്ള സുമ നഴ്സിംഗ് കോളേജിന്റെ അംഗീകൃത സർവീസ് സെന്റർ ആണ് പിറവത്ത് ഈ ജൂലൈ 18-ാം തീയതി തൊട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ സുമ നഴ്സിംഗ് കോളേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 750 ബെഡുള്ള മെഡിക്കൽ കോളേജ് വെച്ച് പരിശീലനം നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ കോളേജും ഹോസ്റ്റലും ഒരേ ക്യാമ്പസിൽ തന്നെയാണ്. പിന്നെ മലയാളി സ്റ്റാഫുകളാണ്, നമുക്ക് മലയാളി ക്യാൻറ്റീൻ ഉണ്ട് അവിടെ. പെൺകുട്ടികൾക്ക് മാത്രമാണ് നമ്മുടെ ഈ കോളേജിൽ നമുക്ക് പരിശീലനം നമ്മൾ കൊടുക്കുന്നത്. എൻ്റെ പേര് അയന സാബു. ഞാൻ പിറവത്തു നിന്നാണ് വരുന്നത്. ഞാൻ സുമ കോളേജ് ഓഫ് നഴ്സിംഗ് നെല്ലൂരിലെ 4th ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. കോളേജിനെ പറ്റി പറയുമ്പോൾ ട്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കും. നമുക്ക് നല്ല മെഡിക്കൽ കോളേജ് തന്നെയാണ് എക്സ്പീരിയൻസിന് വേണ്ടിയൊക്കെ വരുന്നത്. നല്ല ക്ലിനിക്കൽ പ്രാക്ടീസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫുഡിനെ പറ്റി പറയുമ്പോൾ മെസ് ഫുഡ് നല്ലതാണ്. നമുക്കിപ്പം ഫുഡിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മളോട് പ്രിൻസിപ്പൽ മാഡം ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് പറഞ്ഞു കൊടുത്താൽ ഫുഡിന് നല്ല ചേഞ്ചസ് അവർ വരുത്താറുണ്ട്. നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ട്യൂട്ടേഴ്സിനോടാണെങ്കിലും പ്രിൻസിപ്പലിനോടാണെങ്കിലും നമുക്ക് തുറന്നു പറയാൻ അവരൊരു അവസരം ഒരുക്കി തരുന്നുണ്ട്. എൻ്റെ പേര് എസ്തർ ഷാജി. എൻ്റെ വീട് പിറവത്താണ്. ഞാൻ സുമ കോളേജ് ഓഫ് നഴ്സിംഗ് BSc നഴ്സിംഗ് 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളുടെ കോളേജിനെ പറ്റി പറയുമ്പം നല്ല ട്യൂട്ടേഴ്സാണ്, എല്ലാം നല്ലപോലെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. മലയാളി ട്യൂട്ടേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിലാണ് എല്ലാം നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ക്ലിനിക്കൽ പ്രാക്ടീസൊക്കെ നമുക്ക് നല്ലപോലെ തരും, നല്ലൊരു എക്സ്പീരിയൻസ് തരും. എൻ്റെ പേര് അശ്വിനി. ഞാൻ ഇവിടെ പിറവത്താണ് എൻ്റെ വീട്. ഞാൻ സുമ കോളേജ് ഓഫ് നഴ്സിംഗിൽ 4ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കോളേജിനെ പോലെ പ്രിൻസിപ്പാളിനോട് നമുക്ക് ഡയറക്റ്റ് ആണെങ്കിലും കാര്യങ്ങൾ പറയാം. മാഡം ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പല കോളേജിലും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഫുഡ് ആണെങ്കിൽ തന്നെ ആണെങ്കിലും നമുക്ക് മലയാളീസിന് ആവശ്യമുള്ള അത്ര ഫുഡ് നമുക്ക് മലയാളീസിന് ടേസ്റ്റിനനുസരിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്, അല്ലാതെ പാർഷ്വാലിറ്റി അങ്ങനെയൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇപ്പൊ ഫീസിന് തന്നെയാണെങ്കിലും മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡം ഭയങ്കര ഇളവൊക്കെ തരാറുണ്ട്. പിന്നെ പ്രാക്ടീസിന്റെ കാര്യമാണെങ്കിലും ഞങ്ങളെ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പ്രാക്ടീസ് നന്നായിട്ട് തരുന്നുണ്ട്. എല്ലാ വർഷവും നമുക്ക് നല്ല പ്രാക്ടീസ് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എക്സാം ടൈമിലാണെങ്കിലും മാഡംസ് ആണെങ്കിലും നല്ല സപ്പോർട്ടും പിന്നെ എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ തന്നെയാണ് അവർ കൺസെപ്റ്റ് ചെയ്യുന്നത് എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ സുമ നഴ്സിംഗ് കോളേജ് INC-യുടെയും ആന്ധ്രാപ്രദേശ് നഴ്സിംഗ് കൗൺസിലിംഗ് അംഗീകാരമുള്ള ഒരു സ്ഥാപനമാണ്. സുമ നഴ്സിംഗ് കോളേജിൽ തവണകളായിട്ട് ഫീസ് അടയ്ക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. കേരളത്തിൽ നിന്നും 14 മണിക്കൂർ മാത്രമേ ഉള്ളൂ നമ്മുടെ കോളേജിലോട്ട്. ധാരാളം ട്രെയിൻ സർവീസും ഉണ്ട്. അപ്പോൾ നമ്മുടെ സുമ നഴ്സിംഗ് കോളേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ആ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് സഹായകരമായി പ്രവർത്തിക്കുന്ന ഒരു അംഗീകൃത സ്ഥാപനത്തിലെ ഇൻചാർജുമാർ 2 ഇൻചാർജുമാരുണ്ട്. അവരോട് നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കാവേ. നമ്മുടെ ഈ സർവീസ് സെന്ററിന്റെ ഇൻചാർജുമാരാണ് KV ബാബു, T ഷാജി വാസുകർ. നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. എൻ്റെ പേര് ബ്രദർ KV ബാബു എന്നാണ്. ഞാൻ സുമ കോളേജിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൻ്റെ ഇൻചാർജാണ്. ഇവിടെ ഞങ്ങൾ കൊടുക്കുന്ന സർവീസുകൾ തീർത്തും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളിവിടെ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള കർത്തവ്യം. കൂടാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ തവണകളായിട്ട് പൈസ അടയ്ക്കാനുള്ള സൗകര്യങ്ങളും നമുക്കിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. ഈ സർവീസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് പിറവത്തെ ഫാത്തിമാത സ്കൂളിൻ്റെ എതിർവശത്തുള്ള ബിൽഡിങ്ങിലാണ്. ഓഫീസിന്റെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ 5 മണി വരെ ആയിരിക്കും. നമ്മൾ നേഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് മനസ്സിൽ വരും, അല്ലെ? നല്ലതായിരിക്കുമോ, അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ കോളേജ് നമുക്ക് അതിനുള്ള ഒരു ഒരു നല്ല ക്യാമ്പസ് ആവട്ടെ നമുക്ക് പഠിച്ചിറങ്ങാനായിട്ട്. കാരണം പെൺകുട്ടികൾക്ക് ഇതൊരു സുരക്ഷിതമായ ക്യാമ്പസ് ആണ്. ഇവിടെ തന്നെ ക്യാമ്പസിൽ തന്നെയാണ് ഹോസ്റ്റലും ക്യാൻറ്റീനും എല്ലാം ഉണ്ട്. അതുപോലെ മലയാളി ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ ലോണുകളൊക്കെ റെഡിയാക്കി തരാനായിട്ട് ഇവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെല്ലൂരിൽ നിന്നും 30 മിനിറ്റ് മാത്രമേ നമ്മുടെ ഈ കോളേജിലേക്ക് യാത്ര വരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പഠിക്കുമ്പോൾ തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസ്, നമുക്കത് ജനറൽ വാർഡ് തൊട്ട് സൈക്യാട്രിക് വാർഡ് വരെ ഇവിടെ ഉണ്ട്. അപ്പൊ അതിനുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ അപ്പൊ നമ്മുടെ സർവീസ് സെന്ററിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടികൾ നമ്മുടെ പിറവത്തുള്ള ഫാത്തിമ ജംഗ്ഷനിലുള്ള നമ്മുടെ ഈ സർവീസ് സെന്ററിനെ സമീപിക്കുക. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഇൻചാർജുമാരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ.